അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. പിന്നെ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ 8 മണി 8:30 വരെ ഇങ്ങനെ ഫോൺ കൊണ്ട് തോണ്ടി കളിച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ ആരുമില്ല, ഞാനും മോളും ഉപ്പവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഫോണിൽ ഇങ്ങനെ തോണ്ടി കളിച്ച് പിന്നെ ഇതാ ഒരു 8:30 മണിയാകുമ്പം എണീറ്റിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കർട്ടനൊക്കെ മേലേക്കാക്കി പിന്നെ ഡോറൊക്കെ തുറന്ന് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മുറ്റമെല്ലാം കുറേ ദിവസമായി അടിക്കാത്ത, അപ്പോൾ ഇന്ന് ഫുള്ളൊന്ന് അടിച്ച് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ ഇതാ പുറത്തേക്ക് മാച്ചിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഡെയിലി ഒന്നും മുറ്റമൊന്നും അടിക്കൂല കേട്ടോ. കാട്ടമൊക്കെ നല്ലോണം ആകുമ്പോൾ മുറ്റമൊക്കെ അടിക്കും. പിന്നെ ഇതാ ഈ പടീൻ്റെ മുകളിലും മൂടിയിൽ വെച്ച സാധനം കണ്ട ഒരു ഇതൊന്ന് കൂറൻ്റെ ഗുളികയോ അങ്ങനെ എന്തോന്ന് തോന്നും. അത് എന്ന് പറഞ്ഞാൽ നായി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. യൂട്യൂബിലാണ് മറ്റേ അടിച്ച് നോക്കുമ്പോൾ കണ്ടിന്. അപ്പോൾ അതിൽ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റെപ്പുമ്മ വെച്ച് കൊടുത്തതാണ്. നായി പരിസരത്ത് വരുന്നുണ്ട്, പക്ഷേ അകത്ത് വരാന്തയിലൊന്നും കയറിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ 2 തരം മാച്ചിയുണ്ട്. ഒന്ന് ഇൻ്റർലോക്കിലടിക്കാനും ഒന്ന് അതിൻ്റെ പുറത്തടിക്കാനും. അങ്ങനെ ഇതാ പുറത്തൊക്കെ ഭയങ്കര കച്ചറയാണ്, ഫുള്ള് പുല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ മഴയും ഇല്ല, നല്ല വെയിലുമാണ്. തീ പോലത്തെ വെയിൽ കുറേ ദിവസമായി. പിന്നെ അതിന് മുന്നേ 2-3 പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഉണ്ടായ കച്ചറയൊക്കെയാണത്, പുല്ലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പ്ലാവിൻ്റെ മുകളിൽ ഇനിയും ചക്കയൊക്കെ ഉണ്ട്. അത്ര ചക്കയൊന്നും തീർന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ അടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർലോക്കിൽ വലിയ മച്ചി കൊണ്ട് അടിക്കുന്നുണ്ട്. പിന്നെ വേഗം എളുപ്പത്തിൽ അടിച്ചു തരും. പക്ഷേ ഇൻ്റർലോക്കിൽ അടിക്കുമ്പോൾ കൈ വല്ലാത്ത കടച്ചലാണ്. പിന്നെ എനിക്കിഷ്ടം ഇൻ്റർലോക്കില്ലാത്ത ആ ഭാഗത്തൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല രസമല്ലേ അടിച്ചിട്ട് അതിൻ്റെ അടയാളമൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. മാച്ചീൻ്റെ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി അടയാളം കാണാൻ നല്ല രസമാണ്. കാറ്റൊന്ന് വീശുമ്പോൾക്ക് ഫുള്ള് ഓല വീകൽ തന്നെയാണ് പണി. പിന്നെ അപ്പോൾ ഓലയും ഇതെല്ലാം ഞാനൊന്ന് തിരക്കിയിടാന്ന് വിചാരിച്ച് നിന്നിട്ട് അതിൻ്റെ ഓലയൊന്നും എടുക്കൂല, മട്ടൽ മാത്രം എടുക്കും കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വലിച്ചൊരു ഭാഗത്ത് കൂട്ടിയിട്ടതിന് ശേഷം ഞാനിതാ അവിടെയൊക്കെ അടിച്ചു വാരുന്നുണ്ട്. ഫുള്ള് കല്ല് ഇതെല്ലാം ആയതുകൊണ്ട് അടിക്കാൻ തന്നെ ഒരു രസമില്ല. പിന്നെ എന്നാലും അടിക്കണ്ടേ, അതുകൊണ്ട് ഇതാ ഒക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ നാളായല്ലേ ഇങ്ങനെ ലോങ് വീഡിയോയും അപ്പം ചുടുന്ന അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ ഇടാത്തത്. പിന്നെ അപ്പം ചുടുന്ന വീഡിയോ ഇട്ടാൽ കണ്ണുകൊള്ളും പോലും. എനിക്ക് കുറേ ദിവസമായില്ലേ സുഖമില്ലാണ്ടും അങ്ങനെയൊക്കെ ആയിട്ടേ. എന്നിട്ട് എൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ് ഓരോന്ന് എടുത്തിട്ട് എല്ലാത്തിലും ഇട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതായിട്ടല്ലേ എനിക്ക് കണ്ണുകൊള്ളുന്നത്, എന്നിട്ടല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് മിനിയാന്ന് വിളിച്ചിട്ട് എന്തെല്ലോ പറഞ്ഞെന്നെ ചീത്ത പറഞ്ഞു. ഉമ്മാനോട് ഉമ്മാൻ്റെ കുടുംബത്തിലെ അവരെല്ലാം പറഞ്ഞതിനോലും നല്ല പാങ്ങുണ്ട് ഓളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ ഓളെ വീഡിയോ കണ്ടിച്ചിരിക്കലാന്ന് പണി എന്നൊക്കെ എല്ലാം പറഞ്ഞതിനോലും ചുമ്മാ എന്നെ ചീത്ത പറഞ്ഞു ഗെയ്സ്. അപ്പം ഞാൻ എന്താക്കണ്ടേ, നിങ്ങൾ വേറെ വീഡിയോ അപ്പം ചുടുന്ന ഇങ്ങനത്തെ വീഡിയോ എല്ലാം ഇടാണ്ടിരിക്കണ. നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഒരു സൈഡ് അടിച്ചിട്ട് തീയിട്ടിട്ടുണ്ട്. ഇനി ഇതാ ഈ ഭാഗത്ത് കൂട്ടിയ മട്ടയിലൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട്, എന്നാലേ ഇവിടെ അടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൊണ്ട് ഞാൻ വേഗം മട്ടലൊക്കെ അങ്ങോട്ട് കൊത്തിയിട്ട് ഇടയുന്നു. അതിൻ്റെ ഓല മാത്രം തിരക്കി ഇങ്ങോട്ട് കളഞ്ഞിട്ട് അതൊക്കെ കത്തിച്ചെടുക്കുക. ഇന്നാണെങ്കിൽ മഴയും ഇല്ല. അപ്പം മഴ നനഞ്ഞാൽ പിന്നെ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, ഫുള്ള് എന്തോ ചണ്ടി ചവറണക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം വെയിലുണ്ടാകുമ്പം തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുവിധമില്ല മട്ടലൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം അങ്ങോട്ടേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ടുണ്ട്. ഫുള്ള് ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ചോണൻ ഉറുമ്പ്. പിന്നെ അത് കൈമലേ കയറുന്നതായിട്ട് പിന്നെ മടി വന്ന്, അതുകൊണ്ട് ഞാൻ പകുതി വരെ മാത്രം വൃത്തിയാക്കിയിട്ട് ബാക്കി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ 10 മണിയായിട്ടുണ്ട്. അപ്പോൾ മോള് വന്നിട്ട് നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ഉള്ളിലേക്ക് കയറിയെന്ന്. അപ്പോൾ ഇത്രയും ഞാൻ വൃത്തിയാക്കിയിട്ടും ബാക്കി വൃത്തിയാക്കൽ അടുത്ത ദിവസം. ആ ഒരു മൂടുണ്ട്, ആ മൂടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. എന്നാലും സമയമില്ലെങ്കിലും ഇതാ അടിച്ചതൊക്കെ ഒരു 5 മിനിറ്റ് നോക്കി വയ്ക്കൽ ഒരു പ്രത്യേക സുഖമല്ലേ. പിന്നെ ഇതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിൽ ചുടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 5 ഉണ്ടയില്ലും കേട്ടോ. 10 2 എണ്ണം എനിക്കും 3 എണ്ണം ഉപ്പാക്കും. മോക്ക് പിന്നെ ബിരിയാണി ഉണ്ടായിന്, ഓളത് ചൂടാക്കിയിട്ട് തിന്ന്. ഞാനിതാ ആദ്യം തന്നെ ഇട്ടത് ഫ്ലോപ്പായി. കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച 10ൻ്റെ അരി ആയതുകൊണ്ടാണ് അത് ഇട്ടപ്പോൾ തന്നെ കൈക്കലേക്ക് വന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യ് കൈക്ക് തടവിയതിന് ശേഷം പിന്നെ സെറ്റായി കെട്ടി. അങ്ങനെ 5 10 ഞാൻ ചുട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 5 എണ്ണം മതിയൊന്നും. ഉപ്പ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണ ഇതൊന്നും. ഞാൻ
പിന്നെ 3 വെച്ചാൽ അങ്ങനെ 3 ഉണ്ടെങ്കിൽ അങ്ങനെ തിന്നും. കുറേ എണ്ണം പാത്രത്തിൽ നിന്നാണെങ്കിൽ 2 മാത്രമേ എടുത്തൊന്നു. പിന്നെ ഇതാ പത്തിലൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നലെ രാത്രി വെച്ച മീൻ കറിയുണ്ട്, ഇരുമീൻ മുളകിട്ടതുണ്ട്. അപ്പോൾ അത് അത്ര ഇതന്നെ കുറേ ദിവസം ആയാലും ഇവിടെ മീൻ കറിയൊന്നും ആയിരിക്കും നല്ല പോളിങ് ഉണ്ടാവില്ല. പിന്നെ ഇതാ അരി കഴുകിയിട്ട് കുറച്ച് ഒരു പാട്ട തന്നെ എടുത്തിട്ടില്ല, അരി കഴുകിയിട്ട് ഇതാ അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വെള്ളമൊക്കെ നല്ല പോലെ ഇതാ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളിയാളം വന്നിട്ടുണ്ട്. അപ്പോൾ 2 പത്തിലും മീൻ കറിയൊക്കെ എടുത്തിട്ട് ഇതാ മീനും കൂട്ടിയിട്ട് നല്ല പോലെ കഴിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 പത്തിലും എന്നാൽ വിശപ്പ് മാറുമെന്ന്. എനിക്കതൊക്കെ മതി കേട്ടോ. പിന്നെ ഇതാ എൻ്റെ മോള് ബോറടിക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ്റെ ഒപ്പം ഇതാ പോകുന്നു. ഓള് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ച് ആരുമില്ല എന്നിട്ട് അനിയത്തി മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾക്ക് ബോറടിച്ചിട്ട് ഓൻ്റെ ബേക്ക് കയറിയിട്ട് ഓള് പോയി. പിന്നെ അങ്ങനെ ഓളും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കായി ഗേസ്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചതിൻ്റെ പൊടിയൊന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വരാന്ത മാത്രം ജസ്റ്റ് അടിച്ച്, ഉള്ളിലും അങ്ങനെ ദിവസമൊന്നും അടിച്ച് തുടക്കൂല. കാട്ടം ഉണ്ടാകുമ്പോൾ മാത്രം ഒന്നരാടം അടിച്ച് തുടക്കും. അങ്ങനെ കാട്ടമൊക്കെ അടിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോഴേക്കാണ് ഒരു കാറ് വരുന്നത് കണ്ടത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാവും അനിയനും 2 അനിയന്മാരുടെ വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ വിചാരിക്കാണ്ട് വന്നതാണവർ. അങ്ങനെ ഇതാ അവരൊക്കെ വന്ന് ഉള്ളിലേക്ക് കയറി. ഞാൻ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക, ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല അവർ വരുന്ന്. അങ്ങനെ നെട്ടപ്രാണം വന്നതാണ്. അങ്ങനെ ഞാൻ വേഗം ഉള്ളിലേക്ക് കയറി. അപ്പോഴൊക്കെ നമ്മളെ ചോറിതാ 3/4 വേവായിട്ടുണ്ട്. ഇനി അതവിടെ ഓഫാക്കിയിട്ട് പൊത്തി വെച്ചാൽ, കഞ്ഞിയായതുകൊണ്ട് ഞാൻ 3/4 വേവിക്കുന്നുള്ളൂ. ബാക്കി അത് മൂടി വെച്ചാൽ തന്നെ വെന്തോളും. പിന്നെ ഇതാ ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് സിട്രസ് എടുത്തിട്ട് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിൻ്റെ ഈ മുകളിലെ വെളുത്ത ഭാഗവും കുരുവും നീക്കാണ്ട് ജ്യൂസ് അടിക്കൂല. അങ്ങനെ അടിച്ചില്ലെങ്കിൽ അത് കയ്പ്പ് വരും. അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ടേ അടിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ആര് കാത്തുക്കുന്നുണ്ടെങ്കിലും അത് കളയാണ്ട് ഞാൻ അടിച്ചു കൊടുക്കൂല. അങ്ങനെ ഇതാ വേഗം ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് പിന്നെ പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് അത് ജ്യൂസിൽ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വേഗം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പ വെച്ചിട്ട് ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്ത് സുഖമില്ലാണ്ട് കുറേ ദിവസമായില്ല ഇങ്ങനെ കളിക്കുന്നത്. എന്നിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അവർ. അതിൻ്റെ അഹങ്കാരം നമുക്കില്ല, എന്നാലും ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ അവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരോട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും ഓരോന്നിടുമ്പോൾ റെസിപ്പി വേണം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടാറുണ്ട്. പക്ഷേ ഞാൻ ഓരോന്നിൻ്റെ റെസിപ്പി മാത്രമായിട്ട് ഇടുമ്പം അതിൽ ആരും കാണുന്നില്ല. വ്യൂവേഴ്സ് നല്ലോണം കുറവാണ്. പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോക്ക് മാത്രമേ നല്ല വ്യൂസ് കിട്ടുന്നുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് അത് നല്ലോണം മടിയും. ഇങ്ങനെ സ്നാക്സ് സെപ്പറേറ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റംസിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയാകുന്നത്. അതിനൊന്നും വ്യൂസും ലൈക്കും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇത് നമ്മളെ അനിയൻ്റെ മോളാണിത്. ഓളും ജ്യൂസ് കുടിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് 2 ചക്ക വേണം വെക്കാൻ വേണ്ടിയിരുന്ന്. അങ്ങനെ ചക്കയൊക്കെ പറിച്ച് വണ്ടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അവർ ടാറ്റയും പറഞ്ഞിട്ട് പോവുകയായിരുന്നു. അവർ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ ഞാൻ കുറേ നിർബന്ധിച്ചിന്. എനിക്കിഷ്ടമാണ് ആരെങ്കിലും വന്നാൽ ഇങ്ങനെ ഫുഡൊക്കെ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും തിന്നിക്കാനൊക്കെ. പക്ഷേ അവർ നിന്നിട്ടില്ല. അവർക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോയിന്. പിന്നെ അതുകൊണ്ട് അവർ പോയതിന് ശേഷം ഇതാ ളുഹർ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് വന്നതിന് ശേഷം ഞാനിതാ നമ്മുടെ കഞ്ഞി വെച്ചിട്ടില്ലേ, അതിനെന്തെങ്കിലും കൂട്ടാൻ വേണ്ടേ, അതിന് ഞാനിതാ ചെറുപയർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു കഷ്ണം തക്കാളി, ഒരു കഷ്ണം ഉള്ളിയും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ച്. എന്നിട്ട് അവർ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. പണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര ഒരിതല്ലേ, അവർ പോകുന്ന കാത്തിട്ട് ഇങ്ങനെ നിൽക്കും. കെട്ടൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലൊക്കെ. എന്നിട്ട് നമ്മൾ അത് തിരക്ക് പിടിച്ച് തുറക്കുമായിരിക്കും അവരെന്തെങ്കിലും സാധനം മറന്നു വെച്ചിട്ട് തിരിച്ച് വരല്. അപ്പോഴൊരു ചമ്മലുണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല അല്ലേ. എന്ത് സാധനത്തിനും മക്കൾക്ക് ആയിക്കോട്ടെ ആയിരിക്കും ഒരു വലിയ ഒരു ഇതൊന്നും ഇല്ലല്ലോ. കാരണം എല്ലാ സാധനവും എപ്പോഴും കിട്ടുന്നു. അപ്പോൾ ആയിരിക്കും ഒരു ഭീതിയില്ല ഒരു സാധനത്തിനോടും. അങ്ങനെ ഞാൻ അതൊക്കെ തുറന്നിട്ട് അതിൽ നിന്നൊരു മാങ്ങ എടുത്തിട്ട് തിന്ന്.
മാങ്ങ കണ്ടപ്പോൾ മാങ്ങ തിന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാങ്ങയൊന്നും തിന്നാൻ പറ്റൂല, അലർജിയാണ്. അപ്പോൾ എന്നാലും മാങ്ങക്കാലം ഞാൻ നല്ലോണം മാങ്ങൊന്നും, ചക്കക്കാലം ചക്കൊന്നും, അതൊക്കെ സീസൺ ടൈമിലല്ലേ പിന്നെ തിന്നാൻ പറ്റൂ, അല്ലാണ്ട് തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ തിന്നൽ തന്നെ. പിന്നെ ഇതാ ഞാൻ അവർക്ക് ജ്യൂസാക്കി കൊടുത്തതിന് ഇത്ര പുകല്, അല്ലെങ്കിലും അങ്ങനെ തന്നെ എന്ത് തൊട്ടാലും പാത്രങ്ങളെന്ന് പറയാൻ ഒരു പണിയുമില്ല. പിന്നെ ഇതാ ഞാൻ വേസ്റ്റിൽ വേഗം അതൊക്കെ കഴുകി ഒഴിവാക്കിയിട്ട് 2 തേങ്ങ ഉരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ചെറുപയർ തീമ വെച്ചിട്ടില്ലേ അതിലും ഇടാൻ വേണ്ടിയിട്ട്, ഒന്ന് പിന്നെ ഇവിടെ വെറുതെ ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പം നമ്മുടെ ഉപ്പാക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മധുര ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്പെഷ്യൽ പായസമാണ്, അത് വഴിയേ വരും. അപ്പം നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഒരു തേങ്ങ ഞാൻ ചേർച്ചിട്ട് മിക്സിയിലിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുക, പിന്നെ കുറച്ച് കറിയിലിടാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ച് ഇതാ ഒരു കൊട്ടയിലാക്കിയിട്ട് അത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൊട്ടയിലാക്കി വെച്ചാൽ സ്ഥലം ഒരുവിധം ലാഭിക്കാം. ഇങ്ങനെ പാത്രത്തിലൊക്കെ വെക്കുമ്പം കുറച്ച് നല്ലോണം സ്പേസ് വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ കവറിലാക്കി വെച്ച്, എന്നിട്ട് തേങ്ങ മിക്സിയിലിട്ടത് അതവിടെ അടിച്ച് വെച്ച്. അപ്പോഴേക്ക് ഇത് നമ്മുടെ കുക്കറിൽ ചെറുപയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും തേങ്ങയൊക്കെ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ പണ്ട് സ്കൂളിൽ നിന്ന് ചെറുപയറും കഞ്ഞിയും കുടിക്കാൻ നല്ല രസമാണ്. ആ ചെറുപയറിലൊന്നും കൂട്ടലൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റാണ് എനിക്ക് സ്കൂളത്തെ ചെറുപയർ കിട്ടുക. ഇപ്പോഴെല്ലാം സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തോരൻ എന്ന് പറഞ്ഞാണൊക്കെ എല്ലാ ഐറ്റംസും സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറുപയറും കഞ്ഞി, ആ ചെറുപയർ എന്ത് രസം എന്ന് പറഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അധിക പിള്ളേരും ചെറുപയർ കൂട്ടൂല. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് ഇതാ നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു നുള്ളി ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കിയതാണ്. പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ട്, നമ്മൾ ഇവിടെ കഞ്ഞി കുടിക്കേണ്ട സ്പെഷ്യൽ പാത്രമൊന്നുമില്ല കേട്ടോ, സ്റ്റീലിൻ്റെ ഇതുപോലത്തെ പൊളിയുന്ന പാത്രവും മറ്റേ പാത്രമൊക്കെ ഇവിടെ ഉള്ളൂ. എന്നിട്ട് ഇതാ ഞാൻ ഇത് വെച്ചമ്മ അഡ്ജസ്റ്റ് ചെയ്യൽ തന്നെ. പിന്നെ എന്താക്കൽ കുറച്ച് ചെറുപയർ കറിയും പിന്നെ ചമ്മന്തിയും കുറച്ച് തൈരും കാന്താരി മുളകൊക്കെ പൊടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചു. പിന്നെ ഞാൻ വീടെടുക്കുന്ന സമയത്തില്ലേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയേണ്ടതിന്, എല്ലാവർക്കും വീടെടുക്കുമ്പോൾ ആഗ്രഹിക്കൽ വീടെടുത്തിട്ട് വേണം നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാമെന്നല്ലേ. ഞാനൊന്നും ആഗ്രഹിച്ചത് വീടെടുത്തിട്ട് വേണം എനിക്ക് പട്ടിണി അടക്കാൻ എന്നാണ്. പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് പട്ടിണി അടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വീടെടുത്ത് മാറിയത്. എല്ലാവരും ആഗ്രഹിക്കൽ അടിപൊളിയായിട്ട് കുറച്ചിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്നല്ലേ. എനിക്കും ഫുഡിനോട് വലിയ താല്പര്യമില്ല, എൻ്റെ മോക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ മധുരം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ചക്ക ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2-3 ശർക്കര അവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചക്ക ഞാൻ നല്ല നെയ്യിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതാ തേങ്ങാപ്പാൽ ഒരു ഭാഗത്ത് എടുക്കുന്നുണ്ട്, 1-ാം പാലും 2-ാം പാലും 3-ാം പാലും, അങ്ങനെ 3 വിധത്തിൽ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്ക ഒരുവിധം റെഡി ആയിട്ട് അതിലേക്ക് ശർക്കരയൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് സേമിയൊക്കെ ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കൊട്ടത്തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പായസത്തിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറെ തന്നെ ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഇതാ അതൊന്ന് കാച്ചുന്നുണ്ട്. അതിലേക്ക് മിൽമ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതാ നമ്മൾ മുറിച്ച് വെച്ച തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ചുവന്ന് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ ആഹാ അടിപൊളി സൂപ്പർ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ചക്കനെ സ്നേഹിക്കുന്നവർ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരൈറ്റമാണ്. എന്നിട്ട് ഇതാ വിളമ്പി എടുത്തിട്ടുണ്ട്. അത് ബാക്കി മൂടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉപ്പാക്ക് കൊണ്ടു കൊടുക്കാം. ഉപ്പാരെ എക്സ്പ്രഷൻ കാണാം. ഉപ്പാക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു മധുരമുള്ളൊരു ഓർമ്മയായിട്ട് ഇവിടെ നിൽക്കട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാ ഉപ്പമാർക്കും ആയുസ്സും ആരോഗ്യം ആഫിയത്തും നൽകട്ടെ. മരിച്ചുപോയ എല്ലാ ഉപ്പമാരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉപ്പ കുടിച്ചതിന് ശേഷം വൈകുന്നേരം ഞാനും പുറത്തിരുന്നു കുറച്ചിങ്ങനെ കഴിച്ചു. ചായ ഒന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ
അങ്ങനെ പായസമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നല്ല മഴയായിരുന്നു. കുറച്ച് സമയം മഴയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ മോളൊക്കെ വന്നു. പിന്നെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അനിയത്തിയും മക്കളൊക്കെ വന്നത്. ഓള് വരുമ്പം ഓളോട് ഞാനൊരു കേക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്, ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പാക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കേക്ക് മുറിക്കുന്നതൊക്കെ. അങ്ങനെ ഉപ്പാനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഉപ്പാൻ്റെ വായിലേക്ക് വെച്ചുകൊടുത്ത്. അപ്പോൾ എല്ലാ ഫാദേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ ആശംസ അറിയിക്കാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.